അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കൊല്ലത്തെ SC മോർച്ചയുടെ പ്രതിഷേധം. അവിടെ പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധിക്കുന്ന പല പ്രവർത്തകരെയും നിലത്ത് തൂക്കിയെടുത്തുകൊണ്ട് പോകുകയാണ്, പലരെയും മർദ്ദിക്കുന്നുണ്ട്. പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തി വീണ്ടും പോലീസ് കാടത്തം. വിവരങ്ങളുമായി അവിടെ നിന്നും മനോജ് ചേരുന്നുണ്ട്. മനോജ്, പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തി മനോജിന് നീതി നിഷേധിക്കുകയാണോ കേരള പോലീസ്? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോൾ റോഡ് ഉപരോധിക്കുന്ന SC മോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് കൊല്ലത്ത് ഉണ്ടായിട്ടുള്ളത്. നിതിന് നീതി വേണം എന്നുള്ള മുദ്രാവാക്യത്തോടെ കൂടിയാണ് ഈ ഒരു പ്രതിഷേധ സമരം ആരംഭിച്ചത്. നിരവധി പ്രവർത്തകർ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരുന്നു, പ്രതിഷേധം അറിയിച്ചിരുന്നു. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കേരളത്തിൽ LDF സർക്കാർ ഭരിക്കുമ്പോഴുള്ള സംഭവങ്ങൾ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തിയത്. വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇവിടെ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. ഇപ്പോഴും ഈ റോഡിൽ തന്നെ ഈ ഉച്ചവെയിലിൽ അങ്ങനെ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. നേരത്തെ SC മോർച്ചയുടെ നേതാവായിട്ടുള്ള ബബുൽ ദേവിനെ അടക്കം അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് ഈ പൊരിവെയിലത്തും ഇവിടെ പ്രതിഷേധിക്കുന്നത്. നിതിൻ രാജിന് നീതി വേണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കണമെന്നും നിതിന്റെ വീട്ടിലൊക്കെ കഴിഞ്ഞ ദിവസം പോയിരുന്ന നേതാക്കളാണ് ഇന്നിവിടെ എത്തി ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായത്. മഹിളാ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ ഇപ്പോഴും മുദ്രാവാക്യം മുഴക്കി ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ ഇപ്പോൾ പോലീസ് ഈ റോഡിൽ നിന്നും വിട്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് കൊല്ലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ അങ്ങനെ പ്രതിഷേധം തുടരുകയാണ്. സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം തുടരുമെന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നും ജാതി അധിക്ഷേപവും അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധം തുടരുന്നത്. ഇനിയും പ്രതിഷേധം തുടരും. നീതി നേടുന്നത് വരെ ഞങ്ങൾ ഈ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. നീതി വേണം. പിണറായി വിജയൻ ഭരണത്തിൽ കയറിയിട്ട് 10 വർഷത്തിലായിട്ട് എത്രയോ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായിട്ട് BJPയുടെ ഭാഗത്തുനിന്നും SC മോർച്ചയുടെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളും സമരജ്വാലകളും ഉണ്ടാകും. നിതിൻ മോഹന് നീതി കിട്ടുന്നവരെ ഞങ്ങൾ തെരുവിൽ പോരാടും. ഇനിയൊരു നിതിൻ മോഹൻ ഉണ്ടാകാൻ പാടില്ല. ഇനിയൊരു നിതിൻ മോഹൻ വരരുത്. ഇതുപോലെ ഞങ്ങളുടെ കഷ്ടപ്പാടും കൊണ്ട് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനാ വിടുന്നത്, കൊന്നു തള്ളാനല്ല. നിതിൻ മോഹൻ എന്ന് നീതി കിട്ടുന്നു അന്ന് വരെ ഞങ്ങൾ തെരുവോരങ്ങളിൽ കാണും. ഉറപ്പാണ്. SC മോർച്ചയുടെ ഉറപ്പ്, BJPയുടെ ഉറപ്പ്, ഒരു അമ്മ എന്ന നിലയിൽ ഉറപ്പാണ്. തീർച്ചയായും വൈകാരികമായി തന്നെയാണ് ഇവിടെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. കാരണം ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരു മകനെ നഷ്ടപ്പെട്ട വേദന നമുക്കറിയാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ മഹിളാ പ്രവർത്തകരൊക്കെ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കൊല്ലം ചിന്നക്കടയിൽ കണ്ടത്. ഏറെ നേരമായി തന്നെ പ്രവർത്തകർ റോഡിലിരുന്നു കൊണ്ട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. കൂടുതൽ പോലീസ് എത്തിയാണ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. എന്തായാലും ഈ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഓരോ ഇടങ്ങളിലും, അതായത് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഈ ഒരു പ്രതിഷേധം തുടരും എന്നുള്ളത് തന്നെയാണ് SC മോർച്ചയുടെ നേതാക്കൾ ഉൾപ്പെടെ അറിയിക്കുന്നത്. തീർച്ചയായും മനോജ്, അങ്ങനെ വരും ദിവസങ്ങളിലും സംസ്ഥാനത്തൊട്ടാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരമ്പര സംഘടിപ്പിക്കാൻ തന്നെയാണ് SC മോർച്ചയുടെയും BJPയുടെയും തീരുമാനം. നോക്കൂ, അതിലൊരു വനിതാ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നത് കൊല ചെയ്യപ്പെടാനല്ല, ആത്മഹത്യ ചെയ്യാനല്ല. പിണറായി വിജയൻ ഭരണത്തിലേറിയതിനു ശേഷം എത്ര ദളിത് വിദ്യാർത്ഥികളാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത്, എത്ര പേരാണ് ജീവനൊടുക്കിയത്. ഇനിയും ഈ ജാതി വെറിയന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഓരോരുത്തരും പറയുന്നത്. ആ അമ്മയുടെ രോദനം, രോക്ഷം, അതെല്ലാം കേരളം കേൾക്കുകയാണ്.